അടുത്തത് വരുന്നത് കോസാലിറ്റി ഓഫ് എ സിസ്റ്റം യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ കോസാലിറ്റി ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കോസാലിറ്റി ഓഫ് സിസ്റ്റം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സിഗ്നൽ കോസലാവാനുള്ള സിസ്റ്റം കോസലാവാനുള്ള കണ്ടീഷൻസൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ലാപ്ലേസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സിസ്റ്റം കോസലാണോ നോൺ കോസലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ROCയുടെ ടേം വെച്ചിട്ടാണ്, ROC വെച്ചിട്ടാണ് സിസ്റ്റം കോസലാണോ നോൺ കോസലാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇഫ് ദ ROC ഈസ് റൈറ്റ് സൈഡഡ് ടു റൈറ്റ് മോസ്റ്റ് പോൾ ദെൻ ദ സിഗ്നൽ x of t ഈസ് കോസൽ. അപ്പോൾ നമ്മൾ ROC പ്ലോട്ട് ചെയ്യുക. ROC പ്ലോട്ട് ചെയ്തതിന് ശേഷം നോക്കുക, ROC എന്ന് പറയുന്നത് അതിലുള്ള പോൾസ് നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ, പോൾസ് മാർക്ക് ചെയ്ത് അതിൻ്റെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ROC വരുന്നതെങ്കിൽ that system will be causal. If the ROC is left sided to leftmost pole then the signal x of t is non-causal. Okay, ഇനി ROC എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡഡ് ടു ലെഫ്റ്റ് മോസ്റ്റ് പോൾ ആണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് സിസ്റ്റം വിൽ ബി നോൺ കോസൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. x of s ഈക്വൽ ടു അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നിട്ടുണ്ട്. x of s ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ s പ്ലസ് 3 ഡിവൈഡഡ് ബൈ s+2 എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ROC കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ROC അതുപോലെ തന്നെ പോൾസ്, ROC പ്ലോട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പോൾസ് കണ്ടുപിടിക്കണം അല്ലേ. പോൾസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, ഡിനോമിനേറ്റർ ഈക്വൽ ടു എന്ത് ചെയ്യണം, 0 കൊടുക്കണം. ദാറ്റ് മീൻസ് s+3 ഈക്വൽ ടു 0 ആൻഡ് s+2 ഈക്വൽ ടു 0 ഓർ s ഈക്വൽ ടു -3 or s equal to and s equal to -2. ഇത് രണ്ടുമാണല്ലോ പോൾസ് വരുന്നത്. ദെൻ നമ്മൾ പോൾസ് മാർക്ക് ചെയ്യുക. പോൾസ് മാർക്ക് ചെയ്തതിന് ശേഷം എങ്ങനെ മാർക്ക് ചെയ്യുക, ആക്സിസ് വരുന്നത് റിയൽ പാർട്ട് ഓഫ് എസ്സും ഇമാജിനറി പാർട്ട് ഓഫ് എസ്സും, അതാണ് രണ്ട് ആക്സിസ് വരുന്നത്. ദെൻ പോൾസ് എങ്ങനെ നമ്മൾ ഒരു ഇൻറ്റു മാർക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ പോൾ വരുന്നത് എവിടെയാണ്, s equal to -3 ആണ്. s equal to -3. രണ്ടാമത്തെ പോൾ വരുന്നത് എന്താ, s equal to -2 ആണ്. അപ്പോൾ ഇതാണ് പോൾസ് വരുന്നത്. പോൾസ് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ROC തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ROCയുടെ 3 കേസസ് നമുക്ക് എടുക്കാം. ഏതൊക്കെ എടുക്കാം, അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എന്താ, ROC എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, -2. ഓക്കെ, അപ്പം നമ്മൾ 3 കേസസ് ഏതൊക്കെ എടുക്കാറുള്ളത്, ഒന്ന് റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ ഏതായിരിക്കും, റൈറ്റ് മോസ്റ്റ് പോൾ അല്ലേ. റൈറ്റ് മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് -2. റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ -2, അതൊരു കേസ് വരും. രണ്ടാമത്തെ കേസ് ഏതാ വരാറ്, റിയൽ പാർട്ട് ഓഫ് ROC എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ലെസ് ദാൻ ലെഫ്റ്റ് മോസ്റ്റ് പോൾ ദാറ്റ് ഈസ് -3. ദെൻ മൂന്നാമത്തെ കേസ് എന്താ വരുന്നത്, ROC എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 2 പോൾസ് അല്ലേ, ദാറ്റ് ഈസ് -3 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് എസ് ലെസ് ദാൻ -2. ഈ 3 കേസസാണ് നമ്മൾ ROC ആയിട്ട് എടുക്കാറുള്ളത്. അതായത് ROC ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ വരാവുന്ന പോസിബിൾ ROCs എന്ന് പറയുന്നത് റൈറ്റ് സൈഡഡ് ടു റൈറ്റ് മോസ്റ്റ് പോള്, ലെഫ്റ്റ് സൈഡഡ് ടു ലെഫ്റ്റ് മോസ്റ്റ് പോൾ ആൻഡ് ഇൻ ബിറ്റ്വീൻ 2 പോൾസ്. അപ്പോൾ ആദ്യത്തെ കേസ് എന്താ നമ്മൾ എടുക്കുന്നത്, റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ -2. അതായത് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുകയാണ് വരുന്നത്, ഗ്രേറ്റർ ദാൻ -2 ആണ് വരുന്നത്. റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ -2 എന്ന് പറഞ്ഞാൽ ഈ റീജിയനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക ROC എങ്ങനെ വരുന്നത്, റൈറ്റ് സൈഡഡ് ടു റൈറ്റ് മോസ്റ്റ് പോളാണ് വരുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ദ സിസ്റ്റം ഈസ് എന്തായിരിക്കും, കോസലായിരിക്കും. കോസാലിറ്റിയുടെ കണ്ടീഷൻ അല്ലേന്, ദെർഫോർ ദ സിസ്റ്റം ഈസ് കോസൽ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ലെസ് ദാൻ -3. ദാറ്റ് മീൻസ് ROC ഈസ് ലെഫ്റ്റ് സൈഡഡ് ടു ലെഫ്റ്റ് മോസ്റ്റ് പോൾ. അപ്പോൾ അതെങ്ങനെ വരും, ഞാനിവിടെ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് -3 -2, അപ്പോൾ ലെഫ്റ്റ് സൈഡഡ് ടു ലെഫ്റ്റ് മോസ്റ്റ് പോൾ ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡഡ് ടു -3 അല്ലെങ്കിൽ ലെസ് ദാൻ -3 ആണ്. അതായത് ഈ റീജിയൻ ലെഫ്റ്റ് സൈഡാണ് വരുന്നത് അല്ലേ. ദാറ്റ് മീൻസ് എന്തായിരിക്കും, ഈ സിസ്റ്റം എന്തായിരിക്കും, നോൺ കോസൽ, അല്ലെങ്കിൽ ഈ സിഗ്നൽ എന്തായിരിക്കും, നോൺ കോസലായിരിക്കും. ഓക്കെ, നോൺ കോസലായിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡ് ടു റൈറ്റ് മോസ്റ്റ് പോൾ ആണെങ്കിൽ കോസലായിരിക്കും, ലെഫ്റ്റ് സൈഡ് ടു ലെഫ്റ്റ് മോസ്റ്റ് പോൾ ആണെങ്കിൽ നോൺ കോസലായിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ നോക്കേണ്ടത്, ഒരു പർട്ടിക്കുലർ പോൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ROC വരുന്നതെങ്കിൽ
ദാറ്റ് ദ സിഗ്നൽ കറസ്പോണ്ട് ടു ദാറ്റ് പോൾ വിൽ ബി എന്തായിരിക്കും, കോസലായിരിക്കും. ഒരു പോൾ കൺസിഡർ ചെയ്യുക, ആ പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ROC വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ എന്തായിരിക്കും, നോൺ കോസലായിരിക്കും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നോക്കുക. ഇൻ ബിറ്റ്വീൻ 2 പോൾസാണ് വരുന്നത് അല്ലേ. അതായത് ഇവിടെ -3 വരുന്നുണ്ട്, ഇവിടെ -2 വരുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. അതായത് റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ -3 ആണ്. അതായത് -3നേക്കാളും കൂടുതലാണ്, ലെസ് ദാൻ -2, -2നേക്കാളും കുറവാണ്. അപ്പോൾ അതായത് ഈ ഷെയ്ഡഡ് റീജിയൻ ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെ വരുന്നത്, നമുക്ക് കോസലാണെന്ന് പറയാൻ പറ്റില്ല, നോൺ കോസലാണെന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ -3 എന്ന് പറഞ്ഞ പോൾ എടുക്കുകയാണെങ്കിൽ ഈ പോളിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ROC വരുന്നത് അല്ലേ. അപ്പോൾ -3 എന്ന് പറഞ്ഞ പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ എന്താണ്, കോസലായിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് ദ സിഗ്നൽ കറസ്പോണ്ട് ടു ദ പോൾ -3 ഈസ് കോസൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് എഴുതുന്ന സമയത്ത് കോസലാവുമ്പോൾ ഉള്ള കേസ് അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇൻവേഴ്സ് എഴുതുന്ന സമയത്ത് കോസലാവുമ്പോൾ നമ്മൾ അതായത് e−at u(t) എന്ന് പറഞ്ഞ സിഗ്നൽ എഴുതണം. ഓക്കെ, ഇൻവേഴ്സ് എഴുതുന്ന സമയത്ത്. ഇനി ഇവിടെ നമ്മൾ ഈ -2 എന്ന് പറഞ്ഞ പോൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ പോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏത് സൈഡിലോട്ടാണ് ROC വരുന്നത്, ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത് അല്ലേ. ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ, if the ROC is left sided to any pole, then that signal will be non-causal with respect to that pole. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ -2 എന്ന് പറഞ്ഞ പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നോൺ കോസൽ എക്സ്പ്രഷൻ ആയിരിക്കും. നോൺ കോസൽ സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ ആയിരിക്കും. നോൺ കോസലിൻ്റെ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, -e−at u(-t) ഇതാണ് നമ്മൾ എക്സ്പ്രഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ -2 ആണ് വരുന്നത്. -2 വരുന്ന സമയത്ത് എന്തായിരിക്കും, അപ്പോൾ -e⁻⁻ എന്ത് വരും, -2. ഓക്കെ, t × u(-t) അതായിരിക്കും നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും, ആദ്യത്തെ കേസിൽ e⁻3t × u(t) വരും, പ്ലസ് രണ്ടാമത്തെ കേസിൽ എന്താ, രണ്ടാമത്തെ കേസിൽ എയുടെയും ബിയുടെയും വാല്യൂസ് നോക്കണം കേട്ടോ. അത് കൺസിഡർ ചെയ്യാണ്ട് എയുടെയും ബിയുടെയും വാല്യൂസ് ഇൻവേഴ്സ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് എന്താ കിട്ടുന്നു എന്നുള്ളത് നോക്കണം. അതൊന്നും ഇല്ലാണ്ട് ഞാൻ ജസ്റ്റ് രണ്ട് ടേമിൻ്റെയും ഇൻവേഴ്സ് മാത്രം എഴുതുകയാണ്. -e⁻²t × u(-t). ഓക്കെ, അടുത്ത് വരുന്നത് സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റമാണ്. സ്റ്റെബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് അറിയാം. ഇമ്പൾസ് റെസ്പോൺസിൻ്റെ ടേംസിൽ നമ്മൾ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻസൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് h(t) ആണ് അല്ലേ. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ലാപ്ലേസ് ട്രാൻസ്ഫോം അതിനെയാണ് നമ്മൾ h(s) എന്ന് പറയുന്നത്, ക്യാപിറ്റൽ H(s), വിച്ച് ഈസ് നോൺ ആസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു എസ് ഡൊമൈനിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും, ഒരു ഇക്വേഷൻ ആയിരിക്കും. അപ്പോൾ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ നമുക്കതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പോൾസിനും സീറോസും പ്ലോട്ട് ചെയ്ത് പോൾസിൻ്റെയും സീറോസിൻ്റെയും പൊസിഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ROCയുടെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോർ എ സ്റ്റേബിൾ സിസ്റ്റം all the poles should be real and lie in the left half of the S plane. എല്ലാ പോൾസും നമ്മൾ പോൾസ് കണ്ടുപിടിക്കുക എങ്ങനെ, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്ത് പോൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കും. then ആ പോൾസ് നോക്കുക, ആ പോൾസ് എല്ലാം എന്തായിരിക്കണം, റിയൽ ആയിരിക്കണം. റിയൽ വാല്യൂസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫങ്ഷൻസ് ഒന്നും വരാൻ പാടില്ല, അപ്പോൾ റിയൽ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കും, ഓൾ ദ പോൾസ് ഷുഡ് ബി ലൈ ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിൻ. ഓക്കെ, എവിടെ ആയിരിക്കണം, എസ് പ്ലെയിനിൻ്റെ ലെഫ്റ്റ് ഹാഫിലായിരിക്കണം എല്ലാ പോൾസും ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഓർ അതിനെ നമുക്ക് വേറൊരു രീതിയിൽ പറയാം, ROC ഷുഡ് കണ്ടെയ്ൻ j⍵ ആക്സിസ്. അതല്ലെങ്കിൽ നമുക്ക് ROCയുടെ ടേംസിൽ എങ്ങനെ പറയാം, ROC ഷുഡ് കണ്ടെയ്ൻ j⍵ ആക്സിസ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് ഒരു പോൾ എന്ന് പറയുന്നത് A1 ആണെന്ന് വിചാരിക്കുക, ROC എന്ന് പറയുന്നത്
എപ്പോഴാണ് ജെ ഒമേഗ, ഇതാണ് ജെ ഒമേഗ ആക്സിസ്, വൈ ആക്സിസ് ആണ് നമ്മുടെ ജെ ഒമേഗ ആക്സിസ് എന്ന് പറയുന്നത് അല്ലേ. ഇത് സിഗ്മ, എക്സ് ആക്സിസ് എന്ന് പറയുന്നത് സിഗ്മ. അപ്പോൾ എപ്പോഴാണ് ഈ ആർ ഒ സി ജെ ഒമേഗ ആർ ഒ സിയിൽ ജെ ഒമേഗ ആക്സിസ് ഉണ്ടാവുക, അല്ലെങ്കിൽ വൈ ആക്സിസ് എപ്പോഴാണ് ഇൻക്ലൂഡ് ചെയ്യുക, ഏത് പോളാണോ ആ പോളിൻ്റെ ഏത് സൈഡിലോട്ട് വരണം ആർ ഒ സി, റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലാണ് എന്ത് വരുന്നത്, ആർ ഒ സിക്കകത്ത് ജെ ഒമേഗ ആക്സിസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റം സ്റ്റേബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താ, നമ്മൾ പോൾസിൻ്റെ ടേംസ് പറയുകയാണെങ്കിൽ ഓൾ ദ പോൾസ് ഷുഡ് ബി റിയൽ ആൻഡ് ലൈ ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ പ്ലെയിൻ, ഓർ ആർ ഒ സി ഷുഡ് കണ്ടെയ്ൻ ജെ ഒമേഗ ആക്സിസ്. അതായത് ഏത് പോളാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പോളിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കണം എന്ത് വരുന്നത്, നമ്മൾ ആർ ഒ സി വരുന്നത്. ഓക്കെ, ഇനി ഇഫ് എനി പോൾ ലൈ ഓൺ ദ ജെ ഒമേഗ ആക്സിസ് ദെൻ ദ സിസ്റ്റം ഈസ് മാർജിനലി സ്റ്റേബിൾ. അതായത് ചില കേസസിൽ നമ്മൾ പോൾസ് കണ്ടുപിടിക്കുന്ന സമയത്ത് അത് വെറും അതിൻ്റെ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ആയിരിക്കും വിത്ത് റിയൽ പാർട്ട് ഈക്വൽ ടു 0. ഓക്കെ, നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻ ഫോം എ പ്ലസ് ഐ ബി ആണല്ലോ, അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതായിരിക്കണം, എ എന്ന് പറയുന്നത് 0. അതായത് ജെ ഒമേഗ എന്ന് പറഞ്ഞ ആ ടേം അല്ലെങ്കിൽ കോംപ്ലക്സ് ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ പറയുന്നത് ദാറ്റ് മീൻസ് ദാറ്റ് പോൾ ലൈ ഓൺ ദ ജെ ഒമേഗ ആക്സിസ്, ഇൻ ദാറ്റ് കേസ് ദ സിസ്റ്റം ഈസ് മാർജിനലി സ്റ്റേബിൾ. അപ്പോൾ സ്റ്റേബിൾ ആണെന്നുള്ളൊരു കണ്ടീഷൻ വരുന്നുണ്ട്, മാർജിനലി സ്റ്റേബിൾ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരുന്നുണ്ട്. ദെൻ അടുത്തത് ഏതായിരിക്കും കണ്ടീഷൻ, അൺസ്റ്റേബിൾ. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ദാറ്റ് സിസ്റ്റം വിൽ ബി അൺസ്റ്റേബിൾ സിസ്റ്റം. അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അനാലിസിസ് ഓഫ് സിസ്റ്റം യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രോബ്ലംസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ആൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം. നമ്മൾ ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോമും ഫൊറിയർ ട്രാൻസ്ഫോമും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് ഇത് നമുക്ക് യൂസ്ഫുൾ ആവുക, നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അറിയാം അല്ലെങ്കിൽ സിസ്റ്റം ഫംഗ്ഷൻ അറിയാമെങ്കിൽ, അതായത് എസ് ഡൊമൈനിലുള്ളത് അറിയാമെങ്കിൽ തിരിച്ച് ഫ്രീക്വൻസി ഡൊമൈനിലുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ആ റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ലാപ്ലേസിൻ്റെ ഇക്വേഷൻ എക്സ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസിൻ്റെ ഇക്വേഷൻ എക്സ് ഓഫ് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു e⁻⁻ ഡി ടി ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്താ, എക്സ് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു e⁻⁻ ഡി ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ രണ്ടിൻ്റെ RHS നോക്കുക. ഇൻ്റഗ്രൽ -∞ ടു ഇൻ്റഗ്രേഷൻ പാർട്ട് സെയിം ആണ്, എക്സ് ഓഫ് ടി ദെൻ എക്സ്പൊണൻഷ്യലാണ് രണ്ടും വരുന്നത്, e⁻⁻, പിന്നെ വരുന്നത് ഇവിടെ മാത്രമേ വരുന്നത്, ഇവിടെ -s × t ആണ്, ഇവിടെ -j⍵ × t ആണ്. അതായത് ഇവിടുത്തെ എസിൻ്റെ സ്ഥാനത്ത് ഇവിടെ j⍵ ആണ്, ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, എക്സ് ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് j⍵. എപ്പോഴായിരിക്കും, ലെറ്റ് എസ് വെൻ s is equal to j⍵, or we will get x of j⍵ from x of s by substituting s is equal to j⍵ in the equation for x of s. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഓഫ് j⍵യുടെ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ് ഓഫ് എസ് ഉണ്ട്, അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് അറിയാമെങ്കിൽ അതിനകത്തുനിന്ന് അതിൻ്റെ ഫൊറിയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ആ ഇക്വേഷനിലെ എസ്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, j⍵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഒ സി ആണ് നോക്കാനുള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഒ സി എന്ന് പറയുന്നത് ആർ ഒ സി റീജിയൻ ഓഫ് കൺവേർജൻസ് ആണ്. അപ്പം നമ്മൾ ചില പ്രോബ്ലംസ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയത് എന്താ, ഇപ്പോൾ കോസൽ നോൺ കോസൽ എന്ന് പറഞ്ഞ കേസൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. e⁻⁻at u of t ഡിയും -e⁻⁻at u of -t-ഡിയും, അതായത് ഒന്ന് കോസലാണ് മറ്റേ നോൺ കോസലാണ്, രണ്ടിൻ്റെയും ലാപ്ലേസിൻ്റെ ഇക്വേഷൻ സെയിം ആണ്, പക്ഷേ ആർ ഒ സിയിലാണ് അത് ഡിഫറൻസ് വരുന്നത് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. We can find that two different signals can have identical expression for their Laplace transform, and signal are distinguishable only by ROC. ROC ന് മാത്രമേ ഡിഫറൻസ് വരുന്നു. That is the ROC of x of s depends on the nature of x of t. In this section
we will study the properties of ROC. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് the ROC of x of s consists of strips parallel to the j omega axis in the s plane. അത് നമ്മൾ ROC പ്ലോട്ട് ചെയ്ത സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ROC എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രിപ്പാണ്, അതായത് ജെ ഒമേഗ ആക്സിസ്, അതായത് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പായിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാറുള്ളത് അല്ലേ. ഇതാണ് ROC എന്ന് പറയുന്നത്. ദെൻ ROC ഡസ് നോട്ട് കണ്ടെയ്ൻ എനി പോൾസ്. ഒരു ROCക്കകത്ത് ഒരു പോൾസും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. ROCയിൽ ഒരിക്കലും പോൾ വരില്ല. ഒന്നുമില്ലെങ്കിൽ ആ പോളിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ടു പോൾസ് ആയിരിക്കും. ഒരിക്കലും ROCയിൽ ഒരു പോൾ വരുന്നില്ല. അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇനി അടുത്ത് വരുന്നത് ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഓഫ് ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആൻഡ് ഈസ് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ദെൻ ദ ROC ഈസ് ദ എൻറ്റയർ എസ് പ്ലെയിന്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷനാണ് ആൻഡ് അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആണ്. അത് ഫൈനൈറ്റ് സീക്വൻസ് ആണെങ്കിൽ ROC എന്ന് പറയുന്നത് എന്താണ്, എൻറ്റയർ എസ് പ്ലെയിനാണ്. ഇനി എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു T0 ലെസ് ദാൻ ഇൻഫിനിറ്റി. Then the ROCs of the form real part of S is greater than alpha max, where alpha max is equals the maximum real part of any of the poles of X of S. ഇനി അടുത്ത കേസ് പറയുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണ്. റൈറ്റ് സൈഡഡ് സിഗ്നൽസ് ആണ്, ദാറ്റ് മീൻസ് കോസൽ സിഗ്നൽസ് ആണ് വരുന്നത്. അതല്ലെങ്കിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ T0 വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അങ്ങനെയുള്ളൊരു കേസാണെങ്കിൽ ROC എന്ന് പറയുന്നതാണ് റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ മാക്സ്, വേർ ആൽഫ മാക്സ് ഈക്വൽസ് ദ മാക്സിമം റിയൽ പാർട്ട് ഓഫ് എനി ഓഫ് ദ പോൾസ് ഓഫ് എക്സ് ഓഫ് എസ്. അതായത് കോസൽ സിഗ്നൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡ് ടു റൈറ്റ് മോസ്റ്റ് പോൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അതേ കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഇഫ് എക്സ് ഓഫ് ടി ഈസ് ലെഫ്റ്റ് സൈഡഡ് ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ടി ഗ്രേറ്റർ ദാൻ T1 ഗ്രേറ്റർ ദാൻ മൈനസ് ഇൻഫിനിറ്റി. ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡഡ് അതായത് നമ്മൾ നോൺ കോസൽ സീക്വൻസസ് ആണ് അതിനകത്ത് വരുന്നത്. ദെൻ ROC ഈസ് ഓഫ് ദ ഫോം റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ലെസ് ദാൻ ആൽഫ മിനിമം, ആൽഫ മിനിമം ഈസ് ദ മിനിമം ഓഫ് റിയൽ പാർട്ട് ഓഫ് എനി പോൾസ് ഓഫ് എക്സ് ഓഫ് എസ്. അതായത് ഇപ്പോൾ 2 പോൾസ് ഉണ്ടെങ്കിൽ അതിലത്തെ മിനിമം പോൾ, ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 2 ആണ്, ഇത് 3 ആണ്, അതായത് -2 -3. ഓക്കെ, അപ്പോൾ അതിലത്തെ മിനിമം വാല്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും അതിൻ്റെ ROC വരുന്നത്. നമ്മൾ കോസൽ നോൺ കോസൽ സിഗ്നൽസിൽ പറഞ്ഞില്ലേ, കോസലാണെങ്കിൽ റൈറ്റ് സൈഡ് ടു റൈറ്റ് മോസ്റ്റ് പോൾ, നോൺ കോസലാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ടു ലെഫ്റ്റ് മോസ്റ്റ് പോൾ. ആ 2 പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നത്. ദെൻ ഇഫ് എക്സ് ഓഫ് ടി ഈസ് എ 2 സൈഡഡ് സിഗ്നൽ ദെൻ ROC ഈസ് ഓഫ് ദ ഫോം റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ α1 ആൻഡ് ലെസ് ദാൻ α2. 2 സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ROC ഈസ് ഓഫ് ദ ഫോം റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ α1 ആൻഡ് ലെസ് ദാൻ α2. 2 സൈഡഡ് സീക്വൻസ് ആകുമ്പോൾ നമുക്കറിയാം 2 പോൾസിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് വരുന്നത്, ROC വരുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പ്രോബ്ലംസ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണെങ്കിൽ അബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആണ്, അങ്ങനെയുള്ള ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണെങ്കിൽ ROC ഈസ് ദ എൻറ്റയർ എസ് പ്ലെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ റൈറ്റ് സൈഡ് ടു റൈറ്റ് മോസ്റ്റ് പോൾ, അല്ലെങ്കിൽ റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ മാക്സ് ആണ്. ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ടു ലെഫ്റ്റ് മോസ്റ്റ് പോൾ ഓർ റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ലെസ് ദാൻ ആൽഫ മിനിമ. ആൻഡ് 2 സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ 2 പോൾസ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ROC വരുന്നത്.